ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനും നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ലൊരു റിലേഷൻഷിപ്പിലാവാനും വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ടൂൾസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തേത് ഞാൻ പറയുന്നത്, മോർണിംഗിൽ എണീറ്റ ഉടനെ നിങ്ങൾ ഒരു 5 അഫർമേഷൻസ് ഉണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എത്ര തവണ പറയണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെയ്യേണ്ട ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സുമാണ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത്, രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ പറയേണ്ടതായിട്ടുള്ള 5 അഫർമേഷൻസ് ആണ്. അപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് അത് നോട്ട് ചെയ്യുക. ഒന്നാമത്തെ അഫർമേഷൻ ഇതാണ്: ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ്. എന്താണ്? ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്നുള്ളതാണ്. ഞാൻ സ്നേഹത്തിന് അർഹനാണ്. അത് ലേഡീസ് ആകുമ്പോൾ ചെറിയ രീതിയിൽ ചേഞ്ച് വരും. ഞാൻ സ്നേഹത്തിന് അർഹതയുള്ളവളാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ എന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു. നാലാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് ഒരു വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഉദാഹരണത്തിന്, കൈന എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നു. അങ്ങനെ ആ കൈന എന്നുള്ള പേര് ചേഞ്ച് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാവുന്നതാണ്. അഞ്ചാമതായിട്ട് നിങ്ങൾ പറയേണ്ട ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ് എന്നുള്ളതാണ്. ഈ അഞ്ചാമത്തെ അഫർമേഷനിലും നിങ്ങൾക്ക് പേര് ഉൾപ്പെടുത്താം. ഞാനും കൈനയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാലും മതി. ഓക്കെ. അപ്പോൾ ഇതാണ് 5 അഫർമേഷൻ എന്ന് പറയുന്നത്. വീഡിയോ പോസ് ചെയ്ത് ഓരോന്നായിട്ട് എഴുതിയെടുത്തിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങളിത് രാവിലെ എണീറ്റ ഉടനെ പറയേണ്ടത്. രാവിലെ എണീറ്റ ഉടനെ ഇത് പറയുമ്പോൾ എത്ര തവണ പറയണം എന്നുള്ളത് പല ആളുകളുടെയും ഒരു കൺഫ്യൂഷനാണ്. നിങ്ങൾ ഒന്നാമത്തെ അഫർമേഷൻ 10 തവണ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ അഫർമേഷനിലോട്ട് പോവുക. അതും 10 തവണ പറയുക. അങ്ങനെ ഈ 5 അഫർമേഷൻസും 10 തവണ വീതം റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ചെയ്യേണ്ട ആ ഒരു ടെക്നിക്ക് ഞാൻ പറയാം. അതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നൈറ്റിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് നോക്കാം. രാത്രിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആദ്യം തന്നെ കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ബെഡിലിരിക്കുക, നിവർന്നിരുന്നതിന് ശേഷം ഒരു 10 ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്യുക. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് മൈൻഡ്. അതിനുശേഷം നിങ്ങൾ മനസ്സിലോട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്നായതിനു ശേഷമുള്ള ഒരു നിമിഷം മനസ്സിൽ അങ്ങോട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. ഒരു സിനിമ പോലെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ട്രെയിലർ പോലെ നിങ്ങൾ മനസ്സിൽ കാണുക. അത് കാണുന്ന സമയത്ത് മാക്സിമം നിങ്ങളത് ഫീൽ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ആ നിമിഷത്തിലാവുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ ലിസൺ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു നിങ്ങളുടെ സെൻസേഷൻ, ഫീൽ, എക്സ്പീരിയൻസ് എല്ലാം മാക്സിമം സെൻസ് ചെയ്തുകൊണ്ട് തന്നെ കാണുക. ഫീലിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫീൽ ചെയ്ത് മാക്സിമം അത് കാണുക. ആ വിഷ്വൽ കണ്ടതിന് ശേഷം നിങ്ങൾ പതിയെ കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് വീണ്ടും ബെഡിൽ കിടക്കാം, ഉറക്കത്തിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു നിമിഷത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ കല്യാണം കഴിയുന്നത് കാണാം, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമുള്ള ഒരു ഡേറ്റിംഗ് കാണാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നത് കാണാം. എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഇൻസിഡൻറ്റ് എടുത്തിട്ട് കാണാം. ആ ഇൻസിഡൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. എല്ലാ ദിവസവും ഒരു ഇൻസിഡൻറ്റ് തന്നെ കാണുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ബോറടിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു ഇൻസിഡൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ 2-3 ഇൻസിഡൻറ്റ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 3 to 5 മിനിറ്റ്സോളം വിഷ്വലൈസേഷൻ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഒരാളൊരു 3 ഇൻസിഡൻറ്റ് എടുത്തു, ആ 3 ഇൻസിഡൻറ്റും ഒരു 5 മിനിറ്റിൽ കണ്ടു തീർക്കുന്ന പോലെയുള്ള വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. സെയിം സംഭവം തന്നെ ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ആക്ടിവിറ്റി ചെയ്യേണ്ടത് 21 ദിവസമാണ്. അത് തുടർച്ചയായിട്ട് ചെയ്യുക.
21 ദിവസം എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. നിങ്ങൾക്ക് ഒരു 30 ഡേയ്സ് 4 വീക്സോളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മോർണിംഗിൽ 5 അഫർമേഷൻസും രാത്രിയിൽ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സുമാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ടെക്നിക്കുകൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.